ശുഭ നേരുള്ളവരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മോതിര വിരലയിൽ 12 എന്ന് എഴുതി ഞാനൊരു എൻ്റെ കാര്യം, എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ഒരു ടൈമിലാണ് ആ വീഡിയോ ഇട്ടത്. എനിക്ക് ഇന്നലെയാണ് ഞാൻ അറിയുന്നത്, എനിക്ക് ഞാൻ എഴുതിയ ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു എന്നെനിക്ക് ഇന്നലെയാണ് എനിക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സല്ലേ, എൻ്റെ ആൾക്കാരല്ലേ, എൻ്റെ കൂട്ടുകാരല്ലേ, നിങ്ങളെല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് കരുതി ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ അതിന് വന്നേക്കുന്ന കമൻസുകൾ ഈ വീഡിയോയുടെ താഴെ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും. പിന്നെ എനിക്ക് വാട്സപ്പിൽ, ഞാനിപ്പം എറണാകുളം പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നു കഴിഞ്ഞ് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. ഓയിലിൻ്റെ കുറച്ച് അഡ്രസ്സും കാര്യങ്ങളും എഴുതി ഇന്ന് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് നാമമെല്ലാം ജപിച്ച് വിളക്കൊക്കെ എത്തിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. ചുമയ്ക്കുന്നു, ഐസൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കേട്ടോ, അതായിരിക്കും. പിന്നെ അപ്പോൾ എനിക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെയാണെന്നറിയോ? നിങ്ങളെല്ലാവരും ചോദിച്ചേക്കുന്നതിൻ്റെ ആൻസർ എൻ്റെ ഇന്നലത്തെ വീഡിയോയിലുണ്ട്. ഗോകുൽ എന്ന് പറഞ്ഞ ഒരാൾ ഇതെല്ലാ കമൻസ് നോക്കിയിട്ടായിരിക്കാം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏത് റൈറ്റ് ഹാൻഡാണോ ലെഫ്റ്റ് ഹാൻഡാണോ, ഏത് വിരലിലാണ് എഴുതേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളപ്പോൾ വീഡിയോ കാണാതെ ഒന്ന് വീഡിയോ തുറന്ന് നോക്കിയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാനും ഇഷ്ടമില്ലായിരിക്കും, എന്നെ കാണാനും ഇഷ്ടമില്ലായിരിക്കും, പക്ഷെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് അറിയണം. പിന്നെ ഞാൻ അങ്ങനെ പറയത്തില്ല. എൻ്റെ വാട്സപ്പിൽ വന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാര്യമായിട്ട് മാത്രം നടക്കുന്ന വ്യക്തിയല്ല. എനിക്ക് പാർലറുണ്ട്. എനിക്ക് ഓയിലിൻ്റെ നിങ്ങൾ അയക്കുന്ന എല്ലാ ഓയിലിൻ്റെയും അഡ്രസ്സ് എഴുതി അത് പാക്കൊക്കെ ഇവിടെ എല്ലാവരും ചെയ്തു തരും. അഡ്രസ്സ് എഴുതുന്ന ജോലിയുണ്ട്. എനിക്ക് അടുക്കള ജോലിയുണ്ട്. പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ, എൻ്റെ മക്കളുടെ എന്താവശ്യത്തിനും ഞാൻ മുന്നിൽ നിൽക്കും കേട്ടോ. ഒരു പെർഫെക്റ്റ് വീട്ടമ്മയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് കാണാതെ ഒരാൾ പോലും വാട്സപ്പിൽ വന്നിട്ട് അയ്യോ ശുഭേ അങ്ങനെയാണോ, അതെങ്ങനെയാണ്, ഇങ്ങനെയാണ്, നിങ്ങൾ പോയി വീഡിയോ നോക്കണം, നിങ്ങൾക്ക് കാണാനാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ. ഞാൻ ദേഷ്യപ്പെടുവോ, ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു ടെൻഷനും വിഷമവും കൊണ്ട് ഞാൻ പറയുക കേട്ടോ. നിങ്ങളൊരു 101 പേരോ എങ്ങാണ്ട് ഈ യൂട്യൂബിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു 202 പേര് എനിക്ക് വാട്സപ്പിൽ വന്നേക്കുക. ഞാൻ ഇപ്പോഴാണ് എടുത്ത് നോക്കി ഇത്രയും ബഹളം ഇതിനകത്ത് എന്നാ നടക്കുന്നതെന്ന്. അതിനകത്ത് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ എന്നാണെന്നറിയോ? അത് ഏത് വിരലയിലാണ് എഴുതേണ്ടത്, എപ്പോഴാണ് എഴുതേണ്ടത്, മത്സ്യമാംസാദികൾ കൂട്ടാവോ, ഇതെല്ലാം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ പോയി നോക്കണം. അല്ലാതെ ഓരോരുത്തർക്കും എന്നെ വെറും ഫുള്ളാക്കുവാണോ നിങ്ങൾ? ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓയിലിൻ്റെ കാര്യമാണേലും നിങ്ങൾ വാട്സപ്പിൽ വന്ന് എന്നോട് പറയല്ലേ. എൻ്റെ ഓയിലിൻ്റെ മഹത്വവും എൻ്റെ ഓയിലിൻ്റെ ഒരു അത്ര ഇതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഓയിലാണ്. എൻ്റെ ഓയിൽ തേച്ചിട്ട് എൻ്റെ മുഖത്ത് തേച്ച് വന്ന മാറ്റങ്ങൾ എനിക്കറിയാം. ഞാനും വെളിയിൽ പാർലറൊക്കെ ആയിരുന്നപ്പോൾ ഞാനും വെയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നന്നായിട്ട് കരിവാളിപ്പം ഞാനും ഒക്കെ അടിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ ഇവിടെ ഇരുന്നതിന് ശേഷം എൻ്റെ ഓയിലൊക്കെ തേച്ച് കുളിച്ച് എൻ്റെ പാർലർ ഇപ്പം മേളിലാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് വന്ന മാറ്റം അതുപോലെ കണ്ടറിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ആ ഓയിൽ ഞാൻ എത്തിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓയിലിൻ്റെ കാര്യം പോലും ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മാക്സിമം ഞാൻ അതിനകത്ത് മറുപടി തരുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഓയിലിൻ്റെ വീഡിയോ ഞാനൊരു 100 വീഡിയോ അല്ല ഞാൻ ചെയ്തേക്കുന്നത്. ഓയിലിൻ്റെ കാര്യം പറഞ്ഞാൽ ഓയിൽ തേച്ച് ഞാൻ മസാജ് ചെയ്യുന്നത്, എൻ്റെ ഓയിൽ തേച്ച് മസാജ് ചെയ്തതിന് ശേഷം എത്ര നേരം വയ്ക്കണം, അത് കഴിഞ്ഞിട്ട് എന്തിട്ടാണ് കഴുകി കളയേണ്ടത്, ഫേസ് വാഷ് തേക്കാവോ, സോപ്പ് തേക്കാവോ, ഈ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു 1000 തവണ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് അതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ശുഭ നായർ വ്ലോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, ഇന്നുകൊണ്ടൊരു 100 വീഡിയോ 100 കാര്യങ്ങൾ ചോദിച്ചേക്കുന്നത്, ഇതിൻ്റെ കൂടെ തന്നെ വീണ്ടും എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അതുപോലെ എന്നെ ഇട്ട് അതുപോലെ നിങ്ങൾ ഇതാക്കിയിട്ട് ഞാൻ അതിന് റിപ്ലൈ തന്നുകൊണ്ടല്ലേ വീണ്ടും എന്നോട് ഈ പണി ചെയ്യുന്നത്? ആണോ അല്ലയോ? ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പോൾ എല്ലാവരും എടുത്ത് ആ വാട്സപ്പിൽ വന്നേക്കുന്നത് ഞാൻ കാണിച്ചു. അത്രയ്ക്കൊരു 10-200 പേര് ഇത് എപ്പോഴാണ് എഴുതേണ്ടത്, ഏത് മഷി കൊണ്ടാണ് എഴുതേണ്ടത്, ഞാൻ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ, ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മതി.
പിന്നെ ചിലർ യൂട്യൂബിൻ്റെ അടിയിൽ ചോദിച്ചേക്കുന്നത് ഇത് കോപ്പി അടിച്ചതാണോ എന്ന്. ഇത് ആ ചോദിച്ചേക്കുന്ന ആൾക്കാരോട് ഞാൻ പറയട്ടെ, എൻ്റെ മോനെ 20 വർഷമായിട്ട് ബ്യൂട്ടീഷ്യൻ മേഖലയിൽ ഓരോ ക്ലാസ് ബ്യൂട്ടീഷ്യൻ്റെ വരുമ്പോൾ നല്ല ചാർജ് കൊടുത്ത് തന്നെയാണ് പോയി പഠിക്കുന്നത്. അങ്ങനെ അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഓരോ വീഡിയോസും, അതായത് പാർലറിലെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല, പാർലറിലെ ഫേഷ്യലിനോടനുബന്ധിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ എന്തെല്ലാം വീഡിയോസ് ഞാൻ ചെയ്യുന്നു. എന്തോരം കോപ്പി പോയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന അപ്പം തന്നെ അതെടുത്ത് ചെയ്യുന്ന എത്ര പേരെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എനിക്ക് അത് അങ്ങനെയൊക്കെ വാട്സപ്പ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഈ രജനി വയലാറിൻ്റെ ഒരു വീഡിയോ എടുത്ത് ചെയ്തത് അത് എനിക്ക് വലിച്ചപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയാമെന്ന് കരുതി ഞാൻ പറയുന്നുണ്ട്. രജനി വയലാർ അവരുടെ വീഡിയോ ആണ് ഞാൻ ഈ 12 എഴുതി നോക്കി ഒരു കുറച്ച് ദിവസം ആയപ്പോഴത്തേനും എനിക്ക് അതിൻ്റെ ഫലം ദൈവം തന്നു. അപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തു. അല്ലാതെ 2 പേരെങ്ങാണ്ട് ചോദിച്ചിട്ടുണ്ട് കോപ്പിയാണോ. കോപ്പിയാ മോനെ, കോപ്പിയാ, അതിനെന്ത് വേണം. അവർ പറഞ്ഞിട്ട് ഞാനത് ചെയ്തിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് ഞാനത് ചെയ്ത് എനിക്ക് ഫലം ഉണ്ടായി എന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു തന്നു. അത് കോപ്പിയാണ്. ഞാൻ ഇത്രയും ഈ കഴിഞ്ഞ ദിവസവും സൂര്യമാമിൻ്റെ ക്ലാസ്സിന് പോയി ബ്യൂട്ടീഷ്യൻ സംബന്ധമായ എല്ലാ കാര്യങ്ങളും, ബ്രൈഡൽ മേക്കപ്പ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും, എത്ര സെലിബ്രിറ്റികൾ വന്ന് എത്ര രൂപയ്ക്ക് കോട്ടയത്ത് ക്ലാസ് വന്നാലും ഞാൻ പോകുന്ന വ്യക്തിയാണ്. അങ്ങനെ ബ്യൂട്ടീഷ്യൻ്റെ പഠിച്ച് അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളാണ് ഞാൻ ഇടുന്ന വീഡിയോസ് യാതൊരു ഉളുക്കുമില്ലാതെ എത്രയോ വീട്ടിൽ അടുക്കള ജോലിയും ചെയ്ത് നടക്കുന്ന അമ്മമാർ എൻ്റെ വീഡിയോ എടുത്തിട്ടേക്കുന്നു. ഞാൻ എന്തെങ്കിലും പറയട്ടുണ്ടോ, കോപ്പിറൈറ്റ് കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു പഠിത്തവും അതിനെപ്പറ്റി യാതൊരു ഗ്രഹണവും ഇല്ലാത്ത എന്തോരം ജനങ്ങൾ അതിനെ ഓരോരുത്തരുടെ കണ്ടെടുത്തിട്ട് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കുന്നു. അതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ലേ? എൻ്റെ തന്നെ വീഡിയോ അതേപോലെ ഞാൻ ഇടുന്ന അന്ന് തന്നെ ഇട്ട് എന്നോട് എത്ര ജനങ്ങൾ വിളിച്ചു പറഞ്ഞേക്കുന്നു, ശുഭ ചേച്ചി അല്ലെങ്കിൽ ശുഭ ഇന്നിട്ട വീഡിയോ അതേപടി ഇന്നയാളിട്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഞാൻ പോയി നോക്കാറുമില്ല, ഒന്നുമില്ല. അവർ കാശുണ്ടാക്കട്ടെ അങ്ങനെ ഞാൻ പറയാറുള്ളൂ. പക്ഷേ രജനി വയലാറിൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇട്ടത്. അവരാണ് നമുക്ക് പറഞ്ഞു തന്നത് 12 ഞാൻ ഒന്നുകൂടെ പറയുവാൻ കാണിക്കാം. നമ്മുടെ ഈ മോതിര വിരളയിൽ ഇങ്ങനെ നീല മഷിയും കൊണ്ട് 12 ഇങ്ങനെ എഴുതിയിട്ട് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് വേണം ഇത് എഴുതാനായിട്ട്. ഇത് എഴുതി കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ നമുക്ക് ഇരിക്കാം. അത് കഴിഞ്ഞ് അതങ്ങ് തന്നെ മാഞ്ഞു പൊക്കോട്ടെ. അങ്ങനെ നമ്മൾ എന്തോ ഒരു ശക്തി ഉണ്ട് കേട്ടോ ഇതിന്, ഈ ഒരു നമ്പറിന്. പിന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് വാട്സപ്പിലും അല്ലാതെയും വന്ന് പറഞ്ഞേക്കുന്നു, ഞങ്ങൾ എഴുതി നോക്കി, ഞങ്ങൾക്ക് ഫലമുണ്ടായി. ഇത്രയും കേട്ടാൽ പോരെ നിങ്ങൾക്ക്? വീഡിയോയുടെ അടിയിൽ വന്ന് നോക്ക്. എൻ്റെ വീഡിയോയുടെ അടിയിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ട് അതിൻ്റെ ഫലം ഉണ്ടായി, എനിക്ക് നന്നായിട്ട് ഇത് ഇങ്ങനെ എഴുതിയിട്ട് എനിക്ക് അതിൻ്റെ ഫലം കണ്ടു എന്ന്. അത്രയും ഒരു ഇത് പോരെ നിങ്ങൾക്കും? ഞാൻ എഴുതിയ എൻ്റെ കാര്യം നടന്നു, അത് പൂർണ്ണമായിട്ട് ഇന്നും കൊണ്ട് മാക്സിമം നടന്നു. അപ്പോൾ നിങ്ങളെ അത്രേ ആയപ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ ഇന്നലെ തന്നെ കാര്യം അറിയിക്കാൻ വന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെ എഴുതുക 12 എന്ന് എഴുതുക. ഈ ഒരു നമ്പറിന് എന്തോ ലക്കുണ്ട് മക്കളെ. അത് നിങ്ങളിപ്പം കുറേ പേര് അതിനകത്ത് തന്നെ വന്നേക്കുന്നു, ഞാൻ എഴുതി എനിക്ക് ഫലം ഉണ്ടായി, ഞാൻ എഴുതി നോക്കി ശുഭേ എനിക്ക് ഫലം ഉണ്ടായി. എനിക്ക് കുറേ പേര് വാട്സപ്പിൽ വന്നേക്കുന്നു. അപ്പോൾ എനിക്ക് മാത്രമല്ല ഫലം ഉണ്ടായത്, ഒരുപാട് ജനങ്ങൾക്ക് ഈ ഒരു നമ്പർ എഴുതി ഫലം ഉണ്ടായി. മത്സ്യമാംസാദികളൊക്കെ കൂട്ടണോ? ഞാനതൊന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെന്തായാലും മത്സ്യമാംസാദികൾ തിന്നുകൊണ്ടല്ലല്ലോ എഴുന്നേക്കുന്നത്. ഞാൻ രാവിലെ കുളി കഴിഞ്ഞ് ഞാനിത് എഴുതി, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ വേറൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ ഞാനേതായാലും ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിൽ വന്നും അല്ലാതെയൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന്. അപ്പം എനിക്ക് മാത്രമല്ല സാധിച്ചെന്ന് മനസ്സിലായില്ലേ? അപ്പം എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളൊക്കെ കാണത്തില്ലേ? എന്തെങ്കിലും ഒരു ആഗ്രഹം, മക്കളുടെ ജോലി, പിന്നെ അങ്ങനെ ഓരോ ആഗ്രഹങ്ങളൊക്കെ ഓരോരുത്തർക്ക് കാണത്തില്ലേ? അതൊക്കെ നിങ്ങൾ പറഞ്ഞ് ഇത് എഴുതുക കേട്ടോ. പിന്നെ ഇതിങ്ങനെ എഴുതുമ്പോൾ എനിക്കത് നേടിത്തരണേ, അല്ലെ എനിക്കത് കിട്ടണേ, അങ്ങനെയല്ല ഞാൻ പ്രാർത്ഥിച്ചത് കേട്ടോ. എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് ഈ കാര്യം നടന്ന് കിട്ടി എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുതിയത് കേട്ടോ. 21 ദിവസം എഴുതണമെന്നാണ് പറയുന്നത്. 21 ദിവസമൊന്നും ഞാൻ എഴുതിയില്ല, അതിന് മുന്നേ എനിക്ക് എൻ്റെ ആഗ്രഹം സാധിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളിൽ എൻ്റെ മുഖത്തൊരു ക്രീം ഇട്ടാലും ഞാൻ എല്ലാ കാര്യങ്ങളും
കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടല്ലേ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്യാതിരിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ടാണ് ഒരുപാട് കമൻസ് വന്നു, ഈ ഒരു വീഡിയോ കണ്ട് ഒരുപാട് സബ്സ്ക്രൈബ് കൂടി. ഒരുപാട് നന്ദി കേട്ടോ. എനിക്ക് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വല്ലതും എനിക്ക് ഒരു ഫലം ഉണ്ടായെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും. പിന്നെ ചില ഒരു കമൻസിനകത്ത് കണ്ടു, എന്നതായി പറയുന്നത് തന്നെ പിന്നെ പറഞ്ഞിട്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. പിന്നെങ്ങനെയാ ഇത്രയും ഞാൻ വലിച്ചു നീട്ടി വിശദമായിട്ട് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ഓരോ കമൻ്റ് എടുത്ത് നോക്കിക്കേ. ഇന്നലത്തെ വീഡിയോയിൽ ഓരോ കമൻ്റ് എടുത്ത് നോക്കിക്കേ എല്ലാവരും. ഏത് കയ്യിലാണ് എഴുതേണ്ടത്? എൻ്റെ ലെഫ്റ്റ് ഹാൻഡാണിത് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. ലെഫ്റ്റ് ഹാൻഡാണിത്. ഇവിടെയാണ് 12 എഴുതേണ്ടത്. രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലാണ് എഴുതേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് അതങ്ങ് മാഞ്ഞു പോക്കോട്ടെ. അല്ലാതെ നമ്മൾ അത് തന്നെ വെച്ചുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടുപണിയൊക്കെ ഇല്ല, അപ്പോൾ അതങ്ങ് മാഞ്ഞു പോകും. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ ആഗ്രഹം എൻ്റെ നടന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് അറിയിക്കാനായിട്ട് വന്നത്. കമൻ്റ് ഇടുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ ഒരു വാട്സപ്പിൽ ഞാൻ ഇതുപോലെ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരാളാണ്. എനിക്ക് ഇനിയും കുറേ ഓയിലിൻ്റെ അഡ്രസ്സ് എഴുതാനുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് എല്ലാം ബോക്സ് ആക്കിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം കുറേ 4ഉം 5ഉം ഓർഡർ ഒരാൾക്ക് ഇന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല ബോക്സിനകത്ത് നല്ലതായിട്ട് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പോവുകയാണ്. ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ സമയമില്ലായിരുന്നു, പക്ഷേ ഇത്രയും വാട്സപ്പിൽ വന്ന ഈ ക്വസ്റ്റ്യൻസ് കേട്ടോ, ഈ വാട്സപ്പിൽ തന്നെയല്ല, വീഡിയോയുടെ അടിയിലും ഉണ്ട്. കുറേ കമൻസ് ഉണ്ട്. എനിക്ക് കമൻസ് വായിക്കാനും കമൻസിന് റിപ്ലൈ തരാനും ഇഷ്ടമാണ്. നിങ്ങളെല്ലാ വീഡിയോസിലും ഇതുപോലെ കമൻസ് ഇടണം കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കമൻറ്റ് വരരുത്. എനിക്ക് വാട്സപ്പിലും കൂടെ അങ്ങനെ വരരുത്. ഇത് എങ്ങനെയാ, എന്താണ് സാധിച്ചത്, അങ്ങനെ ഇങ്ങനെ എൻ്റെ അതുപോലെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എനിക്ക് എന്താണ് സാധിച്ചതെന്ന്. അപ്പോൾ എന്തായാലും ഒരു നല്ല കാര്യം സാധിച്ചു, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തും എനിക്ക് ലൈക്ക് ചെയ്തും എൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ആ നന്ദിയും കൂടെ പറയാനായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത്. എല്ലാ വീഡിയോസും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഈ 10-20 വർഷമായിട്ട് ബ്യൂട്ടീഷ്യൻ മേഖലയിൽ ഇരുന്ന് അതിനോട് പാർലറിലെ പ്രോഡക്റ്റ് ഒന്നും എടുക്കാതെ അതുപോലെ തന്നെ വീട്ടിലും എന്തൊക്കെ പ്രോഡക്റ്റ് എടുത്ത് നിങ്ങളുടെ മുഖം സുന്ദരമാക്കാം, നിങ്ങളുടെ പ്രായം കുറയ്ക്കാം, നിങ്ങൾക്ക് നല്ല ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ഇതൊക്കെയല്ലേ ഞാൻ വീഡിയോസിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് ഈശ്വരൻ ആയുസ്സും ആരോഗ്യത്തിനും കൂടെ നല്ല ആക്റ്റീവായിട്ടിരിക്കാനും നല്ല ഇതായിട്ടിരിക്കാനുമുള്ള ഒരു ജീവിതം നമുക്ക് തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എനിക്ക് വേറെ അഡ്രസ്സ് എഴുതാനൊക്കെ പോകണം. നാളെ രാവിലത്തെ കൊറിയറിൽ ആർക്കെങ്കിലും കിട്ടാണ്ട് എല്ലാവർക്കും നാളെയും കൂടെ രാവിലെയും കൂടെ അയക്കും കേട്ടോ. ഇന്നും കുറച്ച് സമയം എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അതുവരേക്കും ബൈ.